ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും ഗോൾസ് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലേ. നമുക്ക് അടുത്ത വർഷമാകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം, ഇത്രയും കാര്യങ്ങളൊക്കെ നേടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഗോൾ ലിസ്റ്റിലുണ്ടാവും. പക്ഷേ ഇങ്ങനെ വെറുതെ ഗോൾസ് സെറ്റ് ചെയ്താൽ പല കറക്റ്റായിട്ട് അത് അച്ചീവ് ചെയ്യാൻ, നമ്മൾ വിചാരിച്ച രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യാം. എന്താണ് ഈ സ്മാർട്ട് ഗോൾസ്? സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓരോ ലെറ്റേഴ്സിനും ഓരോ അർത്ഥമുണ്ട്. അതായത് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. ഈ അക്രോണിം ജോർജ് ടി ഡ്യൂറൻ 1981 കൊണ്ടുവന്നതാണ്. ഇതിപ്പം ഒരു വൈഡ്ലി ആക്സെപ്റ്റഡ് ഫ്രെയിം വർക്കാണ്. അപ്പം നമുക്ക് ഈ ഓരോ പോയിൻറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ സ്പെസിഫിക്, അതായത് ഗോൾസ് നല്ല സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ നല്ല ക്ലിയർ ആയിരിക്കണം നമ്മുടെ ഗോളിനെ പറ്റി. അപ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയും. നമുക്ക് എന്തൊക്കെ അതിന് വേണ്ടി ചെയ്യണം എന്നുള്ളത് നല്ല ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ എനിക്ക് കൂടുതൽ ഹെൽത്തിയർ ആവണം എന്നുള്ളതിനേക്കാളും ഫസ്റ്റ് 3 മന്ത്സ്, ജാനുവരി തൊട്ട് ഫസ്റ്റ് 3 മന്ത്സിനുള്ളിൽ ഞാൻ 5 kg കുറയ്ക്കും എന്ന് പറയുമ്പം അത് കുറേയും കൂടി സ്പെസിഫിക്കായി അല്ലേ. ഇനി സെക്കൻഡ് വണ്ണാണ് മെഷറബിൾ. ഗോൾസ് എപ്പോഴും മെഷറബിൾ ആയിരിക്കണം. അങ്ങനെ മെഷറബിൾ ആയാൽ മാത്രമേ നമ്മൾ എത്ര പ്രോഗ്രസ് ഉണ്ടാക്കുന്നു അങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു മെഷർ ഉണ്ടായിരിക്കണം. അപ്പോൾ താഴോട്ട് പോയാലും മുകളിലോട്ട് പോയാലും നമുക്കത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് അത് അച്ചീവബിൾ ആയിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിലുള്ള ഒരു ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും അല്ലേ. ഒത്തിരി ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ വലിയൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നമുക്ക് കാര്യങ്ങൾ എപ്പോഴും ചാലഞ്ചിങ് ആകുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഇനി ടു ഈസി അല്ലാതെ അത് ടു ഹാർഡാക്കി വെച്ചാലും നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും അച്ചീവ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഡിസ്കറേജ്ഡ് ആയി പോവാറുണ്ട്. അതുപോലെ ഗോൾസ് റെലവൻ്റ് ആയിരിക്കണം. നമ്മളുടെ വാല്യൂസിനെയും പ്രയോറിറ്റീസിനുമായിട്ട് അലൈൻ ചെയ്ത് വരുന്ന ഗോൾസ് ആയിരിക്കണം. എന്നാലേ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ളൊരു ട്രിഗർ ഉണ്ടാവുള്ളൂ. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്കില്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാര്യമാണ് ടൈം ബൗണ്ട് ആയിട്ടിരിക്കുക. ഒരു സ്പെസിഫിക് ഡെഡ് ലൈൻ ഉണ്ടായിട്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഫോക്കസ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇപ്പം നമ്മളൊരു ന്യൂ ലാംഗ്വേജ് പഠിക്കാനാണെങ്കിൽ നമ്മൾ ഇത്ര സ്പെസിഫിക് ടൈമിനുള്ളിൽ ഞാനത് പഠിച്ചു തീർക്കും എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഗോള്. അതുപോലെ വേറൊരു എക്സാമ്പിളാണെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്നുള്ളതിനേക്കാളും നമുക്ക് നമ്മളുടെ ഫാറ്റ് പെർസെൻറ്റേജ്, ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ് 25% നിന്ന് 20% ആയി ഇത്ര 12 വീക്സിനുള്ളിൽ ഞാൻ കുറച്ചിരിക്കും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഓരോ ഗോൾസും സെറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള നല്ലൊരു പവർഫുൾ വേ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മോട്ടിവേഷൻ ഒത്തിരി ഇൻക്രീസ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോരോ മൈൽ സ്റ്റോൺസ് എത്തുമ്പോൾ സക്സസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് പറ്റുമ്പോൾ അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്മാർട്ട് ഗോൾസിനെ പറ്റി പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ.